ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം കേട്ടോ. ഇതൊരു കിച്ചൺ ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് വേണേൽ പറയാം കേട്ടോ. കാരണം രാവിലെ എണീറ്റ പാടെ ഞാൻ ചായ ഉണ്ടാക്കിയത് ഈ പാൽ ചായയാണ് കേട്ടോ കുടിക്കുന്നത്, കട്ടനല്ല. പാലുള്ളത് കൊണ്ട് ഞാൻ പാൽ ചായ കുടിക്കും, അല്ലെങ്കിൽ കട്ടൻ അടിക്കും കേട്ടോ, ലേശം മധുരമൊക്കെ ഇട്ട്. ഇനി അഥവാ പാലുണ്ടെങ്കിൽ ഞാൻ മധുരം ഇട്ടിട്ടാണ് കഴിക്കാറുള്ളത്. പിന്നെ ഒരു ബിസ്ക്കറ്റും കൂടെ കഴിക്കും. ഇത് RCMൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഈ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് രാവിലെ എണീറ്റ പാടെ തന്നെ ഒരു 7 മണി ആ സമയത്ത് ആ മരുന്ന് കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ചായയും ബിസ്ക്കറ്റും കൂടെ കഴിക്കാറ്. ഒരു 7:30 7:45 ആയ സമയത്ത് കേട്ടോ. പിന്നെ ഞാൻ നേരെ വേഗം തന്നെ നമ്മുടെ കിച്ചൺ വർക്കിലേക്ക് അങ്ങ് കിടക്കും. ഒത്തിരി നേരമൊന്നും ഞാൻ അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കാറില്ല, ഒരു 5 മിനിറ്റ് കൂടുതൽ ഇരിക്കാറില്ല. പെട്ടെന്ന് തന്നെ ഞാൻ നേരെ കിച്ചൺ വർക്കിലേക്ക് അങ്ങ് കിടക്കും കേട്ടോ. ഇത് ഞാൻ പരിപ്പാണ് കഴുകി എടുക്കുന്നത്. നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം പരിപ്പ് കഴുകി എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കുക്കറിലിട്ടങ്ങ് വേവിച്ചെടുക്കും കേട്ടോ. ഇത് ഞാൻ 4-5 ദിവസം മുമ്പേ എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. പിന്നെ ചീര ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ, ഇപ്പോഴും ഉണ്ട് കേട്ടോ. ചീര ഇടയ്ക്ക് ഉപ്പേരി വയ്ക്കും, ഇടയ്ക്ക് കറി വയ്ക്കും. അപ്പം ഞാൻ വിചാരിച്ചു തലേന്ന് ഉപ്പേരി വെച്ചതുകൊണ്ട് ചീര ഇന്ന് കറി വെക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ അന്നത്തെ ആ ഒരു ദിവസം കറി വെച്ചേക്കുന്നത്. ചീര പരിപ്പിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എനിക്ക് ഇത്തിരി ഇഷ്ടമാണ്, എൻ്റെ ഹസ്സിനും ഇഷ്ടമാണ്. കുഞ്ഞിനേ ഉള്ളൂ ഇഷ്ടമല്ലാത്തൊരു കാര്യം. ചീര ഉപ്പേരിയാണ് പിന്നെ അവൻ കഴിക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഉപ്പേരിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ചീര മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ടൈപ്പാണ് കേട്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഈ ഒരു ചീര ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അപ്പം അവർ കറി വെച്ചിട്ടാണോ ഇഷ്ടം, അതല്ല ഉപ്പേരി വെച്ചിട്ടാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. ഇനി അതിലേക്കുള്ള തേങ്ങയാണ് കേട്ടോ ഞാനിവിടെ അരച്ചെടുക്കുന്നത്. അതിലേക്ക് തേങ്ങ അരച്ചെടുക്കുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യുവാണ്, കാരണം കറണ്ട് വന്നും പോയും കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. കിച്ചണിൽ ആ ഒരു വെളിച്ചം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കറണ്ട് വന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങ ചിരകി മിക്സിയിലിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിലും കുഴപ്പമില്ലല്ലോ, നമുക്ക് നമ്മുടെ ആ ഒരു കറി പെട്ടെന്നായി കിട്ടുമല്ലോ. അപ്പം നമുക്ക് പരിപ്പ് ഇവിടെ വിസിൽ വന്നിട്ടുണ്ട്. ഒരു 3-4 വിസിൽ ഞാൻ വരുത്തിക്കാറുണ്ട്, അപ്പോഴേക്കും നന്നായിട്ട് പരിപ്പ് വേവും കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ചിരകി കഴിഞ്ഞു. പിന്നെ ഞാൻ കഴിയുന്നതും പെട്ടെന്ന് പണി തീർത്തെടുക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ പണിയും പെട്ടെന്ന് കഴിയാറുണ്ട്. ഒരു 7:30 7:45 എണീറ്റാൽ തന്നെ എൻ്റെ പണിയെല്ലാം 10 മണിയാകുമ്പോഴത്തേക്കും കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ചീരക്കറിയിലേക്ക് തേങ്ങ അരച്ചെടുക്കുമ്പം നിങ്ങൾ ജീരകം ആഡ് ചെയ്ത് അരച്ചെടുക്കാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ചെയ്യാറുണ്ട്, എനിക്ക് ഇഷ്ടമാണത്. അതിൻ്റെ ആ ഒരു മണം, അതേപോലെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. അന്ന് രാവിലെ പുട്ടായിരുന്നു കേട്ടോ, അതിന് പഴം ഉണ്ടായിരുന്നു, ചെറുപയർ കറിയും ആക്കിയിട്ടുണ്ടായിരുന്നു. ചെറുപയർ കറി ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ, അതെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷമാണ് അരച്ചു വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീരക്കറിയായി. പിന്നെ അതിലേക്ക് നമ്മൾ വറവിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ എനിക്കിവിടെ കത്തിക്കുന്ന ഭാഗം 2 എണ്ണമാണ് കേട്ടോ ഉള്ളത്. ഒരു ഭാഗത്ത് ഞാൻ കുക്കറിൽ കറിയാക്കി എടുക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്തു നിന്ന് പുട്ടും ആക്കി എടുക്കുന്നുണ്ട്, പുട്ടായി വരുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ 3 എണ്ണവും 4 എണ്ണവും ഒക്കെ കാണാം, പക്ഷേ എനിക്കിവിടെ 2 എണ്ണേ ഉള്ളൂ. എങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ പണി കഴിച്ചെടുക്കാൻ നോക്കാറുണ്ട്.
അപ്പോൾ ദേ ആദ്യത്തെ കുറ്റി പുട്ട് ഞാനിവിടെ പാത്രത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വലിയ ചോറ്റും പാത്രം ഉണ്ട് കേട്ടോ, അതിലേക്കാണ് പുട്ടാക്കി എടുത്തത്. ഓക്കെ, അത് പുട്ട് പത്തിരി ഇതൊക്കെ ആക്കി എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. വലിയ ചോറ്റും പാത്രമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ 2 കുറ്റി പുട്ട് തന്നെ ധാരാളം. അത് തന്നെ ഈവനിങ്ങിലേക്ക് ബാക്കി ഉണ്ടാവും. ഓക്കെ, പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു പാത്രങ്ങൾ, അതായത് കുക്കറാണെങ്കിൽ കുക്കർ കറി മാറ്റിയതിന് ശേഷം അപ്പം തന്നെ ഞാൻ കഴുകി വെക്കും കേട്ടോ. എനിക്കിങ്ങനെ വാഷ് ബേസിൽ കറിപ്പാത്രമാണെങ്കിലും നമ്മൾ എന്ത് പാത്രമാണെങ്കിലും ഒന്നായിട്ട് അങ്ങ് ഇട്ടേക്കുന്നത് ഇഷ്ടമല്ല. ഒന്നിച്ച് കഴുകുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഞാൻ അപ്പാപ്പം തന്നെ എല്ലാം നല്ല ക്ലീനാക്കി വൃത്തിയാക്കി വെക്കുന്ന ആളാണ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കറിപ്പാത്രമാണ് ഇപ്പം കുക്കറിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കഴുകി അങ്ങ് വെക്കും കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴുകി അങ്ങ് വെക്കും. എന്നെപ്പോലെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ടാണ്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്, എങ്കിലും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ, അത് വിചാരിച്ചിട്ട് എല്ലാ പണിയും പെട്ടെന്ന് തന്നെ അങ്ങ് തീർക്കും കേട്ടോ. ഇനി 6 മണിക്കൊക്കെയാണ് എണീക്കുകയെന്നുണ്ടെങ്കിൽ 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ പണി തീരും കേട്ടോ. മോൻ സ്കൂളിൽ പോകാനില്ലാത്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 7:05 7:10 ആവും കേട്ടോ എണീക്കാനായിട്ട്. എങ്കിലും എൻ്റെ പണി 10 മണിക്കുള്ളിൽ തന്നെ കഴിയാറുണ്ട്. പിന്നെ മോൻ സ്കൂളിൽ പോണ ദിവസമാണെന്നുണ്ടെങ്കിൽ 6:10 അലാറം വെച്ച് കഴിഞ്ഞാൽ ഒരു 6:15 6:20 ആകുമ്പോഴത്തേക്കും എണീക്കാറുണ്ട്. ആ സമയം ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ആയി കഴിഞ്ഞാലൊക്കെ അവതാളത്തിലാവും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഞാൻ കറി വറവിടാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കറി വറവിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാത്രമാണ്. ഇതിലാണ് ഞാൻ കറി വറവിടുക കേട്ടോ. ഇതിലേക്ക് വറവിടുന്നത് ഇപ്പം കടുകും മുളകും മാത്രമാണ്. ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് വറവിടാറുള്ളത്. പിന്നെ ചിലർ ഓയിലിൽ വറവിടുന്ന ആളുകളുണ്ട്, ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് പക്ഷേ വെളിച്ചെണ്ണ ഇഷ്ടമാണ്. വെളിച്ചെണ്ണയിൽ വറവിടുന്നതിനോടാണ് എനിക്ക് താല്പര്യം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സമയത്തൊക്കെ ഓയിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. വറവിടാനാണെങ്കിലും ഉപ്പേരി ആണെങ്കിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്നാലും കൂടുതലായിട്ട് വെളിച്ചെണ്ണയിൽ വറവിട്ട് കൂട്ടുന്നതിനോടാണ് താല്പര്യം കേട്ടോ. ഓയിൽ ഞാൻ യൂസ് ചെയ്തത് RCMൻ്റെ ഓയിലാണ്. അത് സൂപ്പറാണ് കേട്ടോ. പിന്നെ ആരെങ്കിലും ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, ഇപ്പോഴും ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ കറിയിലേക്ക് വറവിട്ട് കഴിഞ്ഞു. ആ ഒരു കറി പാത്രത്തിലേക്ക് ഈ ഒരു വറവിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രമാണ് കേട്ടോ എൻ്റെ കറിപ്പാത്രം. ഇനി ഞാൻ ആ വറവിട്ട പാത്രം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട്. ചൂടാറിയ ശേഷം മാത്രമേ അത് കഴുകിയെടുക്കാൻ പറ്റുള്ളൂ. കിച്ചണിലെ സൈഡിലായിട്ട് ചെറിയൊരു റാക്ക് ഉണ്ട് കേട്ടോ. അവിടെയാണ് മഞ്ഞൾ, മുളക്, കടുക്, വറവിടാനുള്ള മുളക് ഒക്കെ ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവിടേക്ക് തന്നെ തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ കറിയും പുട്ടും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. മോൻ അവിടെ ഉണർന്ന് പല്ലൊക്കെ തേച്ചിരിപ്പുണ്ട്. അപ്പം അവനുമായിട്ട് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ചോറായാൽ മതി. ചോറും ചുക്കുവെള്ളവും ആക്കിയെടുക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആക്കിയെടുക്കാമെന്ന് കരുതി. പിന്നെ അതിനിടയ്ക്ക് കുറച്ചൊരു പണിയുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, തുടയ്ക്കുന്ന പരിപാടി. അപ്പം ഞാൻ അതുകൂടെ ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. താഴെ മാത്രമേ ഞാൻ അന്ന് തുടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്ത് താഴെ 2 റൂമാണുള്ളത്. ഡൈനിങ് ഹാളും കോലയും ഒന്ന് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചോറും ചുക്കുവെള്ളവും വെക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ മോൻ ഇതേ ഡൈനിങ് ഹാളിൽ പല്ലൊക്കെ തേച്ച് ചുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട്. TV ഓണാക്കി കൊച്ചു TV കണ്ടിരിക്കുകയാണ് ആൾ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ തുടയെല്ലാം കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ കിച്ചൂട്ടിൻ്റെ കാര്യം പറയണ്ട. കൊച്ചു TV ആണെങ്കിലും വേറെ ഏതെങ്കിലും കാർട്ടൂൺ ചാനലുകളൊക്കെ ആണെങ്കിലും അതൊക്കെ കണ്ടിരുന്ന് അങ്ങ് മെല്ലെ മെല്ലെ കഴിക്കത്തുള്ളൂ ആൾ. 9 മണിക്ക് കൊടുത്താൽ 9:30 ആവും കഴിച്ച് കഴിയാനായിട്ട്. അവൻ്റെ കൂടെ തന്നെ ഞാനും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അതിനിടയിൽ ഞാൻ പോയിട്ട് ചുക്കുവെള്ളവും ചോറിന് വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പണിയും കഴിയല്ലോ എന്ന് വിചാരിച്ച്, പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റുമല്ലോ അത് വിചാരിച്ചിട്ട്. അപ്പം ചുക്കുവെള്ളം ഏകദേശം ആയി തിളച്ച് വന്നിട്ടുണ്ട്. ചോറിന് വെള്ളവും ഏകദേശം ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുക്കുവെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് മാറ്റി പുറത്തേക്ക് ആ താഴെ ഭാഗത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ അതേ ചോറിന് വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറും പെട്ടെന്നാവും കേട്ടോ. അപ്പം നമുക്ക് എല്ലാ പണിയും കഴിയും ചെയ്യും. പിന്നെ അതിനിടയിൽ ഞാൻ പോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് വന്ന സമയത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് തുണികൾ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ആറിയിടാൻ വേണ്ടി, പുറത്തേക്ക് ആറിയിടാൻ വേണ്ടിയിട്ട് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിനിടയിൽ പോയിട്ട് ആറിയിട്ട് കഴിഞ്ഞാൽ ആ പണിയും കഴിയുമല്ലോ. അപ്പോൾ ഞാൻ ഒന്നായിട്ട് എടുത്തിട്ട് ഇതേ ബക്കറ്റുമായിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പുറത്ത് ആറിയിട്ടാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും.
നല്ല വെയിലല്ലേ അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതിനുശേഷം ഞാൻ മോന് മാങ്ങ മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ബറുടെ അവിടെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ്. അപ്പം നല്ല മധുരമുണ്ട്. അപ്പോൾ അവൻ കുറച്ച് കഴിച്ച് ബാക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. അതിനുശേഷം ഒരു 1:30 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് കേട്ടോ. ഞാൻ മോന് വാരി കൊടുത്തായിരുന്നു. അവൻ വാരി കൊടുക്കുമ്പം കുറച്ചങ്ങ് കഴിക്കും കേട്ടോ. അവനായിട്ട് കഴിക്കുമ്പം കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പം ഞാനിതേ ചീരക്കറിയും കോഴിമുട്ടയും അതുപോലെ കടുമാങ്ങ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. ചീരക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞങ്ങളിവിടെ ഉണ്ടാക്കിയതായതുകൊണ്ടായിരിക്കും അതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലെന്ന് തോന്നുന്നു. അതിനുശേഷം ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.